നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താനുള്ള സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ഭാഗ്യവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റും. പക്ഷേ ആ ലക്ഷ്യം നമ്മളുടെ കയ്യിലേക്ക് എത്തുക നാം ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെയേ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ രാജാവാകാനുള്ള ആഗ്രഹം ഒരിക്കലും നനച്ചിരിക്കാത്ത ഒരു മാർഗത്തിലൂടെ കയ്യിലെത്തിയ ഒരു കുട്ടിയുടെ കഥയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജ്യത്തിൻ്റെ പേര് മിഥില എന്നായിരുന്നു. ഈ രാജാവിന് ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. രാജാവും രാജ്ഞിയും വളരെ സന്തോഷത്തോടെ കഴിയായിരുന്നു. ഈ രാജ്ഞി ഈ കഥ നടക്കുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു. പ്രസവം അടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് അയൽ രാജ്യം ഈ രാജ്യത്തെ ആക്രമിച്ചത്. അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. രാജാവ് അറിഞ്ഞില്ല. രാജാവ് കൊട്ടാരത്തിൽ തൻ്റെ ഭാര്യയോടൊപ്പം ഇരിക്കുന്ന സമയത്താണ് സേവകന്മാർ ഓടി വന്ന് മഹാരാജാവെ നമ്മുടെ രാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. രാജാവ് ഉടൻ തന്നെ യുദ്ധത്തിന് തയ്യാറായി. പൂർണ്ണ ഗർഭിണിയായ തൻ്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. അഥവാ ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ നീ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. നമ്മുടെ ശത്രുക്കൾ നിന്നെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ കൊന്നു കളഞ്ഞെന്ന് വരും. നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിനെ സംരക്ഷിക്കേണ്ട ചുമതല ഇനി നിനക്കാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. ഇതും പറഞ്ഞിട്ട് രാജാവ് യുദ്ധത്തിന് പോയി. രാജ്ഞി പ്രാർത്ഥനയോടെ കൊട്ടാരത്തിൽ കാത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. യുദ്ധഭൂമിയിൽ നിന്ന് വാർത്തകളൊന്നും വന്നില്ല. വളരെ ദുഃഖത്തോടെ എന്നാൽ പ്രതീക്ഷയോടെ രാജ്ഞി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സേവകൻ കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്നത് കണ്ടു. യുദ്ധഭൂമിയിൽ നിന്നാണ് ഇയാൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയ രാജ്ഞി താഴേക്ക് ഓടിച്ചെന്നു. മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് മുറ്റത്തേക്ക്. അപ്പോൾ സേവകൻ പറഞ്ഞു, മഹാറാണി, നമ്മൾ തോറ്റിരിക്കുന്നു. ശത്രു സൈന്യം ഏത് നിമിഷവും നമ്മുടെ കൊട്ടാരത്തിലേക്ക് എത്തും. ഇതും പറഞ്ഞ് ഈ സേവകൻ തിരിച്ചങ്ങ് പോയി. റാണി ആകെ ഭയന്നു പോയി. അവർ നോക്കുമ്പോൾ കൊട്ടാരത്തിലെ ജോലിക്കാരെല്ലാം കിട്ടിയ സാധനങ്ങളും എടുത്ത് ഓടി രക്ഷപ്പെടുകയാണ്. റാണിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. അവർക്ക് വളരെ അടുത്ത കുറച്ച് തോഴിമാരുണ്ടായിരുന്നു. അവർ ഈ തോഴിമാരോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? അപ്പോൾ അവരുടെ മുഖം കണ്ടപ്പോൾ റാണിക്ക് മനസ്സിലായില്ല, അവർ നിൽക്കാൻ പോകുന്നില്ല. അവരും പേടിച്ചിട്ടാണ്. അവരുടെ ജീവൻ അവർക്ക് വലുതാണ്. അപ്പോൾ റാണി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പൊക്കോളൂ, ഞാൻ എൻ്റെ വഴി നോക്കിക്കൊള്ളാം. അങ്ങനെ കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാരും ഓടിപ്പോയി. റാണി ഉടൻ തന്നെ ഒരു സഞ്ചി എടുത്ത് തൻ്റെ കുറേ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളൊക്കെ അതിൽ വെച്ച് പൊതിഞ്ഞു. എന്നിട്ട് തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു സാധാരണ സ്ത്രീയുടെ വസ്ത്രം ധരിച്ച് ഈ സഞ്ചിയും തോളത്തിട്ട് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. അവർ വേഗം നടന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. എന്നാലും അവർ വളരെ വേഗം നടന്നു. തൻ്റെ കുഞ്ഞിനെ അവർക്ക് രക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. ഇവരിങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത് രാത്രിയിലായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. ഇരുട്ടത്ത് തപ്പി തടഞ്ഞിട്ടാണെങ്കിലും കണ്ട വഴിയിലൂടെയൊക്കെ ഈ റാണി നടന്നു. അങ്ങനെ നടന്ന് നേരം വെളുക്കാറായപ്പോഴേക്കും അവർ നഗരത്തിൻ്റെ അതിർത്തിയിലെത്തി. പോരുന്ന വഴിയിലൊക്കെ രക്ഷപ്പെട്ട് ഓടുന്ന ജനങ്ങളെ അവർ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വഴിയിലെത്തിയപ്പോഴേക്കും ആരെയും കാണാതായി. അവിടെ വളരെ വിജനമായൊരു സ്ഥലമായിരുന്നു. എങ്ങോട്ട് പോകണം എന്ന് ഈ റാണിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവർക്ക് അറിയാവുന്ന ഒരേ ഒരു സ്ഥലത്തിൻ്റെ പേര് കാലാചമ്പ എന്നായിരുന്നു. അത് വളരെ ദൂരെയുള്ള സ്ഥലമാണെന്ന് അവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ കാലാചമ്പയിലേക്ക് പോകാം എന്ന് അവർ കരുതി. അങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിൽ തിട്ടവുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാളവണ്ടി വരുന്നത് കണ്ടു. ഈ റാണി ആ കാളവണ്ടിയുടെ മുന്നിലേക്ക് പതുക്കെ നീങ്ങി നിന്നു. കാളവണ്ടിക്കാരൻ വളരെ ദയാലുവായൊരു മനുഷ്യനായിരുന്നു. അയാൾ വണ്ടി നിർത്തിയിട്ട് ഈ റാണിയോട് ചോദിച്ചു, നിങ്ങൾ ആരാ, എവിടെ പോകുന്നു? അപ്പോൾ റാണി പറഞ്ഞു, എനിക്ക് കാലാചമ്പയിലേക്ക് പോകണം. ഞാൻ വളരെ ക്ഷീണിതയാണ്. എനിക്ക് യാത്ര ചെയ്യാനൊരു സൗകര്യം ചെയ്തു തരാമോ? നിങ്ങളുടെ വണ്ടിയിൽ എന്നെ കൂടെ കൊണ്ടുപോകാമോ? അപ്പോൾ ഈ കാളവണ്ടിക്കാരൻ പറഞ്ഞു, നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങൾ വളരെ ക്ഷീണിതയാണെന്ന്. മാത്രമല്ല നിങ്ങൾ ഗർഭിണിയുമാണല്ലോ. നിങ്ങൾ ഈ കാളവണ്ടിയിൽ കയറി ഇരുന്നോളൂ. ഞാൻ കാലാചമ്പ വഴിയാണ് പോകുന്നത്. ഞാൻ അവിടെ കയറുന്നില്ല, പക്ഷേ അതിനടുത്തുകൂടി ഞാൻ പോകുന്നുണ്ട്. നിങ്ങളെ അവിടെ ഞാൻ കൊണ്ടുപോയി വിടാം. അങ്ങനെ റാണി ഈ കാളവണ്ടിയിൽ കയറി. കാളവണ്ടി മുന്നോട്ട് നീങ്ങി. കാളവണ്ടിക്കാരൻ്റെ കയ്യിൽ കുറച്ച് വെള്ളവും ഭക്ഷണവും ഉണ്ടായിരുന്നു. അത് അയാളെ ഈ സ്ത്രീക്കും കൂടി പങ്കുവെച്ച് കൊടുത്തു. അങ്ങനെ ഈ റാണി ഈ കാളവണ്ടിയിൽ വൈകുന്നേരം വരെ യാത്ര ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കും കാലാചമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. ആ സ്ഥലത്തിൻ്റെ കവാടത്തിനടുത്തായിട്ട് ഒരു വഴിയിൽ ഈ കാളവണ്ടിക്കാരൻ വണ്ടി നിർത്തി. എന്നിട്ട് തൻ്റെ കാളവണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇറങ്ങിക്കോളൂ. ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ കവാടം കാലാചമ്പ എന്ന നഗരത്തിലേക്കുള്ള കവാടമാണ്. ഞാൻ ആ വഴിയല്ല, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് നടന്നു പോയിക്കോളൂ. റാണി കാളവണ്ടിയിൽ നിന്നിറങ്ങി ഇയാൾക്ക് നന്ദി പറഞ്ഞു. നിങ്ങൾ എന്നോട് വളരെ വലിയ ഉപകാരമാണ് കാണിച്ചത്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എൻ്റെ ബന്ധുക്കളൊക്കെ ഈ കാലാചമ്പയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു മാർഗവുമില്ലായിരുന്നു. ഞാൻ വഴിയിൽ കിടന്ന് മരിച്ചു പോയേനെ. അങ്ങനെ ഇയാളോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഈ റാണി ഈ കാലാചമ്പ എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ കവാടം വഴി അകത്തേക്ക് കടന്നു. അവിടെ ഒരു തെരുവായിരുന്നു. നേരം വെളുത്തത് കാരണം കച്ചവടമൊക്കെ തുടങ്ങി വരികയായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ
ഈ നഗരത്തിലൂടെ ചുറ്റി നടന്നു. അവർക്കവിടെ ആരെയും പരിചയമില്ല. പലപ്പോഴും വലിയ നഗരമാണ്, ദയാലുക്കളായ ആൾക്കാരുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള സ്ഥലമാണ് കാലാചമ്പ. അതുകൊണ്ടാണ് അവർ കാലാചമ്പയിലേക്ക് വന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരി ആ വഴി വന്നു. ഈ സ്ത്രീ, വളരെ ക്ഷീണിതയായ ഗർഭിണിയായൊരു സ്ത്രീ നഗരമധ്യത്തിൽ ഇങ്ങനെ നടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അവർ ഒരു ലക്ഷ്യവുമില്ലാതെ ഓരോ ആൾക്കാരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി അങ്ങനെ നടക്കുകയായിരുന്നു. അയാളിങ്ങനെ നോക്കുമ്പോൾ വളരെ ക്ഷീണിച്ചിട്ട് അവർ വഴിയോരത്ത് ഒരു മരച്ചുവട്ടിലിരിക്കുന്നത് കണ്ടു. കഷ്ടം തോന്നിയ അയാൾ അവരോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പറയൂ, ഞാൻ കൊണ്ടുപോയി ആക്കാം. നിങ്ങളെ കണ്ടിട്ട് വലിയ വിഷമം തോന്നുന്നു. ഇത്ര നിറവയറുമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നല്ലോ. റാണിക്കാണെങ്കിൽ ഈ പൂജാരിയെ കണ്ടപ്പോൾ വലിയ ആശ്വാസമായി. അയാളൊരു മര്യാദക്കാരനാണെന്ന് അവർക്ക് തോന്നി. അവർ പറഞ്ഞു, ഞാൻ മിഥിലയിൽ നിന്ന് വരികയാണ്. എൻ്റെ ഭർത്താവും ബന്ധുക്കളും ഒക്കെ മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. അപ്പോൾ ഞാൻ ആകെപ്പാടെ കേട്ടിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഈ കാലാചമ്പയാണ്. എൻ്റെ നാട് കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ മാത്രമേ അറിയൂ. ഇവിടെ എന്തെങ്കിലും സഹായം കിട്ടുമോ, എവിടെയെങ്കിലും താമസിക്കാൻ കിട്ടുമോ എന്ന് കരുതി ഞാൻ വന്നതാണ്. അപ്പോൾ ഈ പൂജാരി പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുന്നിൽ തന്നെ വന്നത് കാര്യമായി. ഞാൻ ഒരു പൂജാരിയാണ്, മാത്രമല്ല ഞാനൊരു ഗുരുകുലവും നടത്തുന്നുണ്ട്. എനിക്ക് കുറേ ശിഷ്യന്മാരുണ്ട്. എൻ്റെ വീടിനോട് ചേർന്നാണ് ഞാൻ ഗുരുകുലം നടത്തുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ അവിടെ ശുശ്രൂഷിക്കാൻ എൻ്റെ ശിഷ്യന്മാരുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. നിങ്ങൾക്ക് അവിടെ സുഖമായിരിക്കും. ഞാൻ അവരോട് നിങ്ങൾ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞോളൂ, അതുകൊണ്ട് ആരും നിങ്ങളെ സംശയിക്കില്ല. അങ്ങനെ ഇയാൾ ഈ സ്ത്രീയെയും വിളിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. അയാൾ വീട്ടിൽ ചെന്നപ്പോഴേക്ക് അയാളുടെ ശിഷ്യന്മാരൊക്കെ ഓടി വന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ സഹോദരിയാണ്. ഞാൻ ഈ കാലാചമ്പയിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ മാതാവിന് ഇവൾ ജനിക്കുന്നതുകൊണ്ട് ഞാൻ ഇവളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളൊക്കെ മരിച്ചു, ഇവളുടെ ഭർത്താവും മരിച്ചു, ഇവൾക്ക് ആരുമില്ല. അതുകൊണ്ട് അവൾ എന്നെ തേടി ഇങ്ങോട്ട് വന്നതാണ്. ഇനി മുതൽ ഇവൾ നമ്മളുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ റാണിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഇതേ കഥ തന്നെ ഈ പൂജാരി തൻ്റെ ഭാര്യയോടും പറഞ്ഞു. ഭാര്യയ്ക്കും വലിയ സന്തോഷമായി. താൻ ഇതുവരെ അറിയാതിരുന്നൊരു നാത്തൂനെ കിട്ടിയല്ലോ, ഒരു കൂട്ടായി. അങ്ങനെ ഈ റാണി ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ താമസമായി. ഈ വീട്ടുകാർ വളരെ ദയാലുക്കളായിരുന്നു, വളരെ നല്ലവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അധികം താമസിക്കാതെ തന്നെ ഈ റാണി പ്രസവിച്ചു. അപ്പോൾ ഈ പ്രസവത്തിന് മുമ്പായിട്ട് ഈ ബ്രാഹ്മണനെ ഈ റാണി വിളിച്ചിട്ട് താനൊരു സാധാരണക്കാരിയല്ല, താൻ മിഥിലയിലെ റാണിയാണ്. യുദ്ധത്തിൽ തൻ്റെ ഭർത്താവ് മരണപ്പെടുകയും രാജ്യം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ താൻ അവിടെ നിന്ന് പോന്നതാണ്. പക്ഷേ ഇക്കാര്യം പുറത്തറിഞ്ഞാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുന്നത് കൊണ്ടാണ് ഇക്കാര്യം ആരോടും പറയാത്തതെന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ഇനി ഇക്കാര്യം ആരോടും പറയണ്ട. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പുറത്തറിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ ആപത്താകും. നിങ്ങൾ എൻ്റെ സഹോദരിയാണ് എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ തന്നെ പോകട്ടെ. അങ്ങനെ ഈ റാണി പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ്, വളരെ തേജസ്വിയായ ഒരാൺകുട്ടി. അവന് മഹാജനകൻ എന്നാണ് പേരിട്ടത്. മഹാജനകൻ വളരെ മിടുക്കനായ ഒരു കുട്ടിയായിട്ട് വളർന്നു വന്നു. ബ്രാഹ്മണനും ഭാര്യയും അവരുടെ സ്വന്തം കുട്ടിയെന്ന് തന്നെ മഹാജനകനെ കരുതി. അവൻ്റെ അമ്മയ്ക്കും ആ വീട്ടിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ മഹാജനകൻ വളർന്നു വന്നു. അവൻ സാധാരണയിലും കൂടുതൽ വളർച്ചയുള്ള കുട്ടിയായിരുന്നു. അവൻ്റെ സമപ്രായക്കാരെക്കാളും നല്ല വണ്ണവും നീളവും ഒക്കെ ഉണ്ടായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നേതാവായിരുന്നു അവൻ കുറച്ച് കുസൃതിയുമായിരുന്നു. ഒരു ദിവസം ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ മഹാജനകൻ തൻ്റെ കൂട്ടുകാരനായൊരു കുട്ടിക്ക് ഒരു അടി കൊടുത്തു. കൂട്ടുകാരനെക്കാളും കുറച്ച് വലിപ്പമുള്ള കുട്ടിയായതിനാൽ മഹാജനകൻ്റെ അടി ഈ കുട്ടിക്ക് നന്നായിട്ട് വേദനിച്ചു. അവൻ പറഞ്ഞു, നീ എന്നെ അടിച്ച കാര്യം ഞാൻ ഇപ്പം തന്നെ വീട്ടിൽ എൻ്റെ അച്ഛനോട് പറയും. എൻ്റെ അച്ഛൻ വന്ന് നിന്നെ തല്ലിക്കോളും. അപ്പോൾ മഹാജനകൻ പറഞ്ഞു, നീ അങ്ങോട്ട് ചെന്ന് പറ, ഞാനും ചെന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ചോദിച്ചു, നീ എവിടെ ചെന്ന് പറയും, നിനക്ക് അച്ഛനില്ലല്ലോ. ഇത് കേട്ട മഹാജനകന് വളരെയധികം ദുഃഖം തോന്നി. അവൻ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ അച്ഛൻ എവിടെയാണ്? അമ്മയ്ക്ക് ആകെ ബുദ്ധിമുട്ടായി, എന്ത് പറയും? കുട്ടിയാണ്, കുട്ടികൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവനോട് തൻ്റെ പിതാവ് രാജാവായിരുന്നുവെന്നും ഒക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പക്ഷേ കുട്ടി നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അവസാനം അമ്മ കുട്ടിയോട് മടിച്ച് കാര്യം പറഞ്ഞു. നീ ഒരു സാധാരണ കുട്ടിയല്ല, നീ മിഥിലയിലെ രാജകുമാരനാണ്. നിൻ്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു പോയതുകൊണ്ട് നാം അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാണ്. ഇത് കേട്ടതോടെ കുട്ടിക്ക് കൂടുതൽ പക്വത കൈവന്നു. താനൊരു രാജകുമാരനാണെന്നും താൻ സാധാരണക്കാരനെ പോലെ പെരുമാറിയാൽ പറ്റില്ല എന്നും അവന് മനസ്സിലായി. തൻ്റെ രഹസ്യം എന്നും സൂക്ഷിച്ചു കൊള്ളാമെന്ന് അവൻ അമ്മയോട് വാക്കു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് മുതൽ അവൻ വളരെ നന്നായിട്ട് പഠിക്കാനും കാര്യങ്ങൾ വളരെ വേഗം ഗ്രഹിക്കാനും തുടങ്ങി. താനൊരു രാജകുമാരനാണെന്നും ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ടവനാണെന്നും അവനെപ്പോഴും ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി വളർന്ന ഒരു യുവാവായി തീർന്നു. ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് പ്രായപൂർത്തിയായി. ഇനി ഞാൻ മിഥിലയിലേക്ക് പോവേണ്ടതുണ്ട്. അവിടെ ചെന്ന് എൻ്റെ രാജ്യം എനിക്ക് തിരിച്ചു പിടിക്കണം. ഞാൻ മിഥിലയിലെ രാജാവായി തീരും. അമ്മ നോക്കിക്കോളൂ.
അപ്പോൾ അമ്മയ്ക്ക് ഈ വാക്കുകൾ കേട്ട് വളരെ സന്തോഷം തോന്നി. അവരിതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തൻ്റെ മകനാൽ തിരിച്ചു പിടിക്കണം എന്ന അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പേടിയുമുണ്ടായിരുന്നു. ഇവൻ ഒറ്റയ്ക്കാണ്, അവൻ എന്ത് ചെയ്യും? അമ്മ ഈ പേടി മകനോട് പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞു, അമ്മ ഒന്നും പേടിക്കേണ്ട, ഞാൻ ഒരിക്കലും ഒരു എടുത്തുചാട്ടക്കാരനല്ല. ഞാൻ ഒന്ന് മിഥിലയിൽ വരെ പോയി നോക്കട്ടെ, അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. അവിടെ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയുള്ളതാണ്, അവിടെ എനിക്ക് രാജാവാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് യാത്രയ്ക്കുള്ള പണം എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അമ്മ തൻ്റെ കയ്യിൽ നേരത്തെ കരുതിയിരുന്ന സ്വർണവും പണമൊക്കെ ഉണ്ടല്ലോ, അത് മകൻ എടുത്തു കൊടുത്തു. അപ്പം മകൻ പറഞ്ഞു, ഇത് മുഴുവൻ എനിക്ക് വേണ്ട, ഇത്രയും കാലം നമ്മളെ സംരക്ഷിച്ച ഈ ബ്രാഹ്മണനും കുടുംബത്തിനും നമ്മളെന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ പകുതി അമ്മ ഇവർക്ക് കൊടുത്തോളൂ, പകുതി ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ഈ മകൻ ഈ പകുതി സ്വർണം വിറ്റ് പണമാക്കിയിട്ട് അതുകൊണ്ട് ഒരു കപ്പൽ യാത്രയ്ക്കൊരുങ്ങി. ഈ അമ്മ ഒരു ദിവസം മുഴുവൻ കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ടായിരുന്നല്ലോ ഈ കാലാചമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. എന്നാൽ അതിനേക്കാളും എളുപ്പം കപ്പൽ യാത്ര കൊണ്ട് ഈ മിഥിലയിലെത്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് മഹാജനകൻ കപ്പൽ യാത്രയാണ് തിരഞ്ഞെടുത്തത് അങ്ങോട്ടേക്ക് പോകാൻ. അങ്ങനെ അവൻ തുറമുഖത്തെത്തി. താനൊരു കച്ചവടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കപ്പലിൽ കയറിപ്പറ്റി മിഥിലയ്ക്ക് യാത്ര തിരിച്ചു. വളരെ ശാന്തമായ ഒരു യാത്രയായിരുന്നു ഇത് തുടക്കത്തിൽ. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് പോയതോടെ വലിയ കാറ്റടിക്കുകയും കൊടുങ്കാറ്റിൽ ഈ കപ്പൽ ആടി ഉലയുകയും ചെയ്തു. കടലിൽ ഉയർന്നു നിന്നിരുന്ന വലിയൊരു പാറക്കല്ലിൽ ഈ കപ്പൽ ചെന്നിടിക്കുകയും അത് അപ്പാടെ തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെ മഹാജനകൻ വെള്ളത്തിൽ വീണു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ അപ്പോഴും ചിന്തിച്ചു, ഞാൻ മിഥിലയിലെ രാജാവാണ്, എനിക്ക് എങ്ങനെയെങ്കിലും മിഥിലയിൽ എത്തിയേ പറ്റൂ. ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകാൻ വേണ്ടിയല്ല ഈ കപ്പലിൽ കയറിയത്, എനിക്ക് മിഥിലയിൽ എത്തിയേ തീരൂ. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ദൃഢനിശ്ചയത്തോടെ ആ ഉയർന്നു നിന്ന പാറക്കല്ലിൽ കയറിപ്പറ്റി. അവിടെ ഇരിക്കുമ്പോൾ നല്ല വെയിലായിരുന്നു, അവന് വല്ലാതെ പൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തകർന്ന കപ്പലിൻ്റെ കുറേ പലക കഷ്ണങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടു. അവയെല്ലാം കൂടെ ചേർത്ത് കെട്ടി ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി അവൻ അതിൽ കയറി തുഴഞ്ഞ് കരയിലേക്ക് പോയി. ഈ സമയത്ത് മിഥിലയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മഹാജനകൻ്റെ അച്ഛനെ തോൽപ്പിച്ച് രാജാവായി തീർന്ന പുതിയ രാജാവ് അസുഖബാധിതനായിരുന്നു. അദ്ദേഹം മരണം കാത്തു കിടക്കുകയായിരുന്നു. അങ്ങനെ മരണം അടുത്തു എന്ന് തോന്നി അദ്ദേഹം തൻ്റെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയൊക്കെ ചുറ്റും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മരണസമയം അടുത്തു, എനിക്കിനി അധികകാലം ജീവിതമില്ല, എനിക്ക് ശേഷം ഈ രാജ്യം ആര് ഭരിക്കും എന്ന് എനിക്ക് വലിയ ആശങ്കയുണ്ട്. എനിക്കൊരു മകളാണുള്ളത്. സാധാരണ പെൺകുട്ടികൾ രാജ്യം ഭരിക്കുക പതിവില്ലല്ലോ, അതുകൊണ്ട് അവളെ ആരാണോ വിവാഹം കഴിക്കുന്നത് അവനായിരിക്കണം ഈ രാജ്യത്തെ രാജാവായി തീരേണ്ടത്. പക്ഷെ ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഈ രാജ്യത്തെ രാജാവായി തീരാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് രാജ്യം ഭരിക്കാൻ പറ്റില്ല, രാജ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. ഏറ്റവും പ്രധാനം, എൻ്റെ മകൾക്ക് ഈ വരനെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾ 3 തരം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം. ഒന്നാമത്തെ പരീക്ഷണം, എൻ്റെ മകളുടെ കിടക്ക 4 വശവും ഒരേപോലെയുള്ള സമചതുരത്തിലാണ്. അതിൻ്റെ 4 വശങ്ങളും ഒരേ നീളത്തിലുള്ളതാണ്. ആ കിടക്കയുടെ തലഭാഗം എവിടെയാണ് എന്ന് ഈ വരുന്ന വരൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തത്, നമ്മുടെ ക്ഷേത്രത്തിൽ വലിയൊരു വില്ല് വെച്ചിട്ടുണ്ട്. 10 പേര് ഒരുമിച്ച് പിടിച്ചാലും പൊങ്ങാത്ത ആ വില്ല് ഇവൻ ഒറ്റയ്ക്ക് പൊക്കിയെടുക്കണം. മൂന്നാമത്തത്, നമ്മുടെ കൊട്ടാരത്തിന് ചുറ്റും 16 ഇടങ്ങളിലായിട്ട് ഞാൻ നിധി കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ 16 നിധികളും ഇവൻ കണ്ടുപിടിക്കണം, ഈ വരുന്ന വരൻ. അങ്ങനെ ഈ 3 പരീക്ഷണങ്ങളും ജയിച്ചാൽ മാത്രമേ എൻ്റെ മകൾ തിരഞ്ഞെടുക്കുന്ന ആളെ അവൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അവനായിരിക്കും ഭാവി രാജാവ്. അങ്ങനെ ഈ നിബന്ധനകളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം രാജാവ് മരിച്ചു. ഔദ്യോഗിക ദുഃഖാചരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജകുമാരിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന തീരുമാനത്തോടെ പല വരന്മാരെയും ഈ മന്ത്രിമാർ ഒക്കെ പോയി കൊണ്ടുവന്നു. പക്ഷേ രാജകുമാരിക്ക് ഇവരെ ആരെയും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ രാജ്യത്ത് തന്നെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും വിവാഹം ആലോചിക്കാമെന്നായി തീരുമാനം. അങ്ങനെ മന്ത്രിമാരെല്ലാവരും കൂടി ചെന്ന് ഈ രാജകുമാരിയോട് പറഞ്ഞു, നമ്മുടെ സേനാധിപൻ വളരെ മിടുക്കനാണ്, അവൻ്റെ ജാതകം അങ്ങയുടേതുമായിട്ട് ഒത്തു നോക്കിയപ്പോൾ ചേരും, നമുക്ക് അവനെ വിവാഹം ആലോചിച്ചാലോ? അപ്പോൾ രാജകുമാരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സേനാനായകൻ എന്നെ വന്നൊന്ന് കാണാൻ പറയൂ, ഞാനൊന്ന് കാണട്ടെ. ഈ വിവരം സേനാനായകനോട് പറഞ്ഞപ്പോഴേക്കും അയാൾക്ക് വലിയ ആവേശമായി. രാജകുമാരി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണെങ്കിൽ തന്നെ ഇഷ്ടമായിട്ടായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്, ഉടൻ തന്നെ അവളെ പോയി കാണാം എന്ന് പറഞ്ഞ് അയാൾ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. കൊട്ടാരത്തിൻ്റെ കവാടം കഴിഞ്ഞ് വാതിൽ വരെ അയാൾ ഓടിയാണ് ചെന്നത് ആവേശം കൊണ്ട്. ഇത് മട്ടുപ്പാവിലിരുന്ന് രാജകുമാരി കാണുന്നുണ്ടായിരുന്നു. ഇത്ര തിടുക്കപ്പെട്ട് ഓടി വരുന്ന അയാളെ രാജകുമാരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ രാജകുമാരിയുടെ അറയിലേക്ക് വന്നു. രാജകുമാരി അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. രാജകുമാരിയുടെ അടുത്ത് ചെന്ന് അയാൾ കാൽക്കൽ മുട്ടുകുത്തിയിരുന്നു. അല്ലയോ രാജകുമാരി, ഞാൻ അവിടത്തേക്ക് വിവാഹ ആലോചനയുമായിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ രാജകുമാരി ചോദിച്ചു, നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ ചെയ്തു തരും? അപ്പോൾ ഈ സേനാധിപൻ പറഞ്ഞു, അങ്ങക്ക് എന്താവശ്യമുണ്ടോ അത് ഞാൻ ചെയ്തു തരാം. അങ്ങയുടെ കാല് തിരുമ്പി തരണോ, അങ്ങക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരണോ, എന്താവശ്യപ്പെട്ടാലും ഞാൻ ഉടനടി സാധിച്ചു തന്നോളാം. രാജകുമാരിക്ക് ഈ വിധേയത്വം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജകുമാരി ഉടൻ തന്നെ അയാളോട് പൊക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം മന്ത്രിയുടെ മകനാണ് രാജകുമാരിയെ കാണാൻ വന്നത്. അയാളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിൽ ഇയാൾ തനിക്ക് പറ്റിയ വരനല്ല എന്ന് രാജകുമാരിക്ക് മനസ്സിലായി. അങ്ങനെ ഓരോരുത്തരെയും രാജകുമാരി തിരിച്ചയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ രാജ്യത്തോ അയൽ രാജ്യത്തോ ഈ രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട ആരുമില്ല എന്ന് വന്നു. അപ്പോൾ ഇവരുടെ കൊട്ടാരത്തിൽ ഒരു വലിയ രഥമുണ്ടായിരുന്നു. സാധാരണ രാജാവ് എന്തെങ്കിലും ചെയ്യാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ, എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ ഈ രഥം അഴിച്ചു വിടുകയാണ് ചെയ്യുക. ഈ രഥം എവിടെയാണോ ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ലക്ഷണങ്ങൾ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും. മന്ത്രിമാരെല്ലാവരും കൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രഥം അഴിച്ചു വിടാം. എവിടെയാണോ ഇവൾക്ക് പറ്റിയ വരനുള്ളത് അവിടെ ചെന്ന് രഥം നിൽക്കട്ടെ. അങ്ങനെ ഈ കൊട്ടാരത്തിലെ രഥം അഴിച്ച് അതിൽ നല്ല സൗന്ദര്യമുള്ള 7 കുതിരകളെ കെട്ടി നഗരവീഥിയിലേക്ക് വിട്ടു. അതിന് പിന്നാലെ മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരും പരിവാരങ്ങളും എല്ലാവരും കൂടി ചെന്നു. ഈ രഥം നഗരവീഥികളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അതെങ്ങും നിന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ മഹാജനകൻ ഈ ചങ്ങാടം തുഴഞ്ഞ് ഈ കരയിലെത്തി. കരയിൽ കയറിയ ശേഷം തൻ്റെ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ പിഴിഞ്ഞു കൊടുത്തു. ഏത് സ്ഥലമാണ് അതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ചുറ്റും നടന്നപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നതിൽ നിന്ന് ഇത് മിഥിലയാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്തായാലും മിഥിലയിൽ എത്തിപ്പെട്ടല്ലോ, തൽക്കാലം ഒന്ന് വിശ്രമിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന ചിന്തയോടെ അവിടെ ഒരു തോട്ടത്തിനുള്ളിലുള്ള ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇയാൾ കിടന്നു. ഈ തോട്ടത്തിലേക്കാണ് ഈ രഥം അവസാനം വന്ന് കയറിയത്. എന്നിട്ട് ഈ കുതിരകൾ ഈ രഥവും വലിച്ച് ഇവൻ കിടക്കുന്ന ഈ മരത്തിന് ചുവട്ടിൽ വന്ന് നിൽപ്പായി. കൂടെ വന്ന ആൾക്കാരെല്ലാം ചെന്ന് നോക്കുമ്പോൾ മരച്ചുവട്ടിൽ ഒരു യുവാവ് കിടക്കുന്നുണ്ട്. അവൻ ആരാണ്, ഏത് ദേശക്കാരനാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. അവൻ്റെ വസ്ത്രധാരണ രീതിയിൽ നിന്ന് അവൻ മിഥിലയിലുള്ള ആളല്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ അവനെ ഉണർത്താൻ വേണ്ടിയിട്ട് പെരുമ്പറ കൊട്ടാം എന്ന് ഇവർ വിചാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഇവൻ എത്തരക്കാരനാണ് എന്ന് ഇവൻ ഉണരുന്ന രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉറക്ക പെരുമ്പറ കൊട്ടി. ഇത് കേട്ട് മഹാജനകൻ ഉണർന്നു. പക്ഷേ അവൻ ചാടി എഴുന്നേൽക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്തില്ല. പതുക്കെ കണ്ണ് തുറന്നിട്ട്, ഇവിടെ പെരുമ്പറ കൊട്ടുന്നുണ്ടല്ലോ, എന്തോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കടലിൽ നീന്തിയും തുഴഞ്ഞ് നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. നല്ല ഉറക്കവും നല്ല വിശ്രമവും എനിക്കിപ്പോൾ അത്യാവശ്യമാണ്. അതിനുശേഷം മാത്രം മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാം. ഇപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് തന്നെയാണ് ഉത്തമം. ഇതും വിചാരിച്ചുകൊണ്ട് അയാൾ വീണ്ടും കണ്ണടച്ചു. അപ്പോൾ മന്ത്രി മനസ്സിൽ വിചാരിച്ചു, ഇവൻ വളരെ കുലീനനാണ്. പെരുമ്പറ കൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് അവൻ പേടിച്ചില്ല. അവൻ കണ്ണ് തുറക്കുകയും ചിന്തിക്കുകയും അതിനുശേഷം വീണ്ടും ഉറങ്ങുകയും ചെയ്തു. അവൻ ബുദ്ധിമാനാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചെന്ന് അവനെ വിളിച്ചിട്ട് അവനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവൻ താൻ വളരെ ദൂരെ കാലാചമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരികയാണെന്നും കപ്പലപകടത്തിൽപ്പെട്ട് നീന്തി ഇവിടെ കയറിയതാണെന്നും പറഞ്ഞു. താൻ്റെ ഒരു കച്ചവടക്കാരനാണ്, പക്ഷേ കച്ചവട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവൻ അവരോട് തന്നെ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, നീ ഞങ്ങളുടെ രാജാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പക്ഷേ രാജാവാകുന്നതിന് കുറച്ച് കടമ്പകൾ കൂടിയുണ്ട്. ആദ്യം ഞങ്ങളുടെ രാജകുമാരിക്ക് നിന്നെ ഇഷ്ടപ്പെടണം. അതിനുശേഷം രാജാവ് വെച്ചിട്ടുള്ള 3 പരീക്ഷണങ്ങളിൽ നീ വിജയിക്കുകയും വേണം. അപ്പോൾ ഇവൻ വിചാരിച്ചു, ഞാൻ ഇങ്ങോട്ട് രാജാവാകാൻ തന്നെ വന്നവനാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇവിടെ ഒന്ന് യുദ്ധം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ രാജാവിനോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനോടോ എതിരിട്ട് ഈ രാജ്യം പിടിച്ചടക്കേണ്ടി വരും എന്നാണ്. അതിനേക്കാളും എളുപ്പമാർഗ്ഗമാണല്ലോ ഇപ്പോൾ തുറന്നു കിട്ടിയത്. എന്തായാലും അവന് ഇവരുടെ കൂടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അവൻ നല്ല ഭക്ഷണം കഴിക്കുകയും വസ്ത്രം മാറി നന്നായിട്ട് ഉറങ്ങി വിശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ രാജകുമാരിയെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറായി. അപ്പോൾ ഒരു ജോലിക്കാരി വന്ന് ഇവനോട് രാജകുമാരി കാണാൻ തയ്യാറാണ്, ഉടൻ തന്നെ രാജകുമാരിയുടെ അറയിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ശരി, ഞാൻ വന്നുകൊള്ളാം, ഉടൻ തന്നെ ഞാൻ അതിന് തയ്യാറാകുന്നതാണ്. പക്ഷേ അവൻ പോയില്ല, അവൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ രണ്ടാമത് ഒരു ജോലിക്കാരി കൂടി വന്നു. അവർ പറഞ്ഞു, രാജകുമാരി അങ്ങയെ കാത്തിരിക്കുന്നുണ്ട്, അങ്ങയെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ശരി, ഞാൻ വരാം, നിങ്ങൾ രണ്ടുപേരും എന്നെ 2 വശത്തായിട്ട് വഴി കാണിച്ചുകൊണ്ട് വന്നോളൂ. അങ്ങനെ തികച്ചും രാജകീയമായ രീതിയിൽ 2 പരിചാരകർ 2 വശവും നിന്നുകൊണ്ടാണ് അവൻ രാജകുമാരിയെ കാണാൻ വേണ്ടിയിട്ട് രാജകുമാരിയുടെ അറയിലേക്ക് ചെന്നത്. അവൻ്റെ വരവ് കണ്ടപ്പോഴേ അവൻ വളരെ കുലീനനാണെന്നും മാന്യനാണെന്നും രാജകുമാരിക്ക് മനസ്സിലായി. ഇത് കണ്ടുകൊണ്ട് നിന്ന മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും സന്തോഷമായി. കാരണം വളരെ രാജോചിതമായിട്ടാണ് അവൻ നടക്കുന്നത്. അങ്ങനെയാണ് അവൻ്റെ പെരുമാറ്റം. അവൻ മനഃപൂർവ്വം രാജകുമാരിയെ കാത്തിരുത്തിയതാണ്. താൻ അത്ര പെട്ടെന്ന് തല കുനിക്കുന്നവനല്ല എന്ന് അവൻ തൻ്റെ പ്രവൃത്തിയിലൂടെ രാജകുമാരിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രാജകുമാരി തൻ്റെ പുഞ്ചിരിയിലൂടെ തനിക്ക് ഈ വരനെ ഇഷ്ടപ്പെട്ടു എന്ന് മന്ത്രിമാർക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ മന്ത്രിമാർ വന്ന് മഹാജനകനോട് പറഞ്ഞു, ഞങ്ങളുടെ രാജകുമാരിക്ക് അങ്ങേ ഇഷ്ടപ്പെട്ടു, ഇനി അങ്ങ് 3 പരീക്ഷണങ്ങൾ കൂടി വിജയിക്കാനുണ്ട്. അപ്പോൾ മഹാജനകൻ പറഞ്ഞു, അതെന്താണെന്ന് എന്നോട് പറയൂ.
അപ്പോൾ ഇവർ കട്ടിൽ കാണിച്ചു കൊടുത്തു. സമചതുരത്തിലുള്ള കട്ടിൽ, ഏത് വശത്തും നോക്കിയാലും ഒരുപോലെ ഇരിക്കും. കട്ടിലിൻ്റെ തലയേത് കാലേത് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ മഹാജനകൻ ആ കട്ടിലിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി. രാജകുമാരിയോട് ചോദിച്ചു, അവിടുന്ന് സ്ഥിരമായിട്ട് ഈ കട്ടിലിനാണോ കിടക്കുന്നത്? രാജകുമാരി പറഞ്ഞു അതെ. അപ്പോൾ അവൻ ആ കട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കട്ടിലിൻ്റെ തലയുടെ ഭാഗത്ത് രാജകുമാരി കിടക്കുമ്പോൾ തൻ്റെ തലയിൽ കുത്തിയിരുന്ന മുടിപ്പിന്നുകൾ അഴിച്ച് കുത്തിവെക്കുന്ന ദ്വാരങ്ങൾ കണ്ടു. എൻ്റെ മെത്തയിൽ കുറേ ദ്വാരങ്ങളുണ്ടായിരുന്നു. മഹാജനകൻ പറഞ്ഞു, ഇതാണ് തലഭാഗം. രാജകുമാരി അവളുടെ മുടിപ്പിന്നുകൾ അഴിച്ച് ഇവിടെയാണ് കുത്തിവെക്കുന്നത്. അതോടെ ഒന്നാമത്തെ പരീക്ഷണത്തിൽ മഹാജനകൻ വിജയിച്ചു. രണ്ടാമത്തെ പരീക്ഷണം വലിയ വില്ല് എടുത്തുയർത്തുക എന്നുള്ളതായിരുന്നു. വളരെ വേഗം തന്നെ ആ പരീക്ഷണത്തിൽ മഹാജനകൻ വിജയിച്ചു. മൂന്നാമത്തെ പരീക്ഷണം നിധികുംഭങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. മന്ത്രിമാർ മഹാജനകനെ കൊട്ടാരത്തിന് മുറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവ് ഈ 16 സ്ഥലങ്ങളിലായിട്ട് നിധികുംഭങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിനെ അദ്ദേഹം ഓരോ അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കുംഭം കുഴിച്ചിട്ടിരിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നിടത്താണ്. മഹാജനകൻ ചിന്തിച്ചു, സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് ദിക്കിലാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കത്തക്ക ഒരടയാളം രാജാവ് ഒരിക്കലും കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശരിക്കും ഇത് കിഴക്ക് ഭാഗത്തായിരിക്കില്ല, മറ്റെന്തോ അർത്ഥമുണ്ട് ഈ സൂര്യൻ ഉദിക്കുന്നിടം എന്ന് പറയുന്നതിന്. അദ്ദേഹം കുറേ നേരം ആലോചിച്ചിട്ട് മന്ത്രിമാരോട് ചോദിച്ചു, ഈ കൊട്ടാരത്തിൽ കവികളെയും പണ്ഡിതരെയും ഒക്കെ ആദരിക്കുന്ന പതിവുണ്ടായിരുന്നു? അപ്പോൾ മന്ത്രിമാർ പറഞ്ഞുണ്ട്, ഇവിടെ ഒരുപാട് കവികളും പണ്ഡിതരും വരികയും രാജാവിനോട് സംസാരിക്കുകയും അവരുടെ അറിവ് പങ്കുവെക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മഹാജനകൻ ചോദിച്ചു, അവരെ എവിടെയാണ് സ്വീകരിച്ചിരുന്നത്? മന്ത്രിമാർ പറഞ്ഞു, ഇവിടെ അടുത്തൊരു മണ്ഡപമുണ്ട്, ആ മണ്ഡപത്തിലായിരുന്നു. അങ്ങനെ മഹാജനകൻ ഈ മണ്ഡപത്തിലേക്ക് പോവുകയും അതിനടുത്ത് കുഴിച്ചു നോക്കാൻ ഈ മന്ത്രിമാരോട് പറയുകയും ചെയ്തു. അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു നിധികുംഭം കിട്ടി. അപ്പോൾ മന്ത്രിമാർ ചോദിച്ചു, അങ്ങേക്ക് ഇതെങ്ങനെ മനസ്സിലായി ഇവിടെയാണ് നിധികുംഭം ഉള്ളതെന്ന്? അപ്പോൾ മഹാജനകൻ പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്നിടം എന്നാൽ പ്രകാശം വരുന്നിടം എന്നാണ്. പ്രകാശം എന്നാൽ അറിവാണ്. അപ്പോൾ അറിവ് എവിടെയാണോ പ്രവേശിക്കുന്നത് അതായിരിക്കും രാജാവ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തെ നിധികുംഭം കുഴിച്ചിട്ടിരുന്നത് സൂര്യൻ അസ്തമിക്കുന്നിടത്തായിരുന്നു. മഹാജനകൻ ചോദിച്ചു, രാജാവ് ഇവരെ എവിടെയാണ് യാത്ര അയച്ചിരുന്നത്, ഈ പണ്ഡിതന്മാരെ? അവിടെ കുഴിച്ചു നോക്കൂ. അങ്ങനെ അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ രണ്ടാമത്തെ നിധികുംഭം കിട്ടി. അങ്ങനെ 16 നിധികുംഭങ്ങളും രാജാവിൻ്റെ അടയാളവാക്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മഹാജനകൻ കണ്ടുപിടിച്ചു. അങ്ങനെ മഹാജനകൻ എല്ലാ പരീക്ഷയിൽ വിജയിക്കുകയും രാജകുമാരി വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് താൻ ആരാണ് എന്നവൻ അവിടെ വെളിപ്പെടുത്തി. ജനങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. പഴയ രാജാവിൻ്റെ, തങ്ങളുടെ മരിച്ചുപോയ രാജാവിൻ്റെ മകൻ വീണ്ടും എത്തിയിരിക്കുന്നല്ലോ. വിവാഹത്തിന് മുമ്പായിട്ട് തൻ്റെ അമ്മയെയും തന്നെ വളർത്തിയ ബ്രാഹ്മണനെയും പത്നിയെയും മഹാജനകൻ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ വളരെ ഘോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു. പിന്നീട് വളരെ കാലം അദ്ദേഹം മിഥില ഭരിക്കുകയും ചെയ്തു. ഇതാണ് മഹാജനകൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.